രാത്രി പുറത്തു പോകാൻ പറ്റില്ല എന്ന് ആര് പറഞ്ഞു? ചേട്ടൻ പറഞ്ഞു. ഞാൻ പോവും. പോയില്ല. ഞാനിവിടുന്ന് രക്ഷപ്പെട്ടു പോകാനല്ല പോകുന്നതെന്ന് ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കണം. നേരിട്ട് പറയുന്നല്ലേ ഭംഗി. സോഫി, ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം. എന്തിന്? എന്തിനാണെന്ന് പറഞ്ഞാലേ പോകാക്കുള്ളൂ. പറഞ്ഞാലും ചിലപ്പോ പോകാൻ പറ്റിയെന്ന് വരില്ല. ഞാനെന്താ ചേട്ടന്റെ അടിമയാണോ? അല്ല, ചേട്ടന്റെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് ചേട്ടൻ പറയുന്നത് അനുസരിക്കേണ്ടി വരും. സോഫി, ഞാൻ എന്റെ പെങ്ങളെ കാണാൻ പോവാണ്. എവിടെ? മെന്റൽ ഹോസ്പിറ്റലിൽ. ഓഹോ, അതിനായിരുന്നു അടിക്കടി മെന്റൽ ഹോസ്പിറ്റലിൽ പോയിരുന്നത്? അതെ. എന്താ, പകൽ പോയാൽ കാണാൻ പറ്റില്ലേ? എന്റെ ക്ഷമയെ പരീക്ഷിക്കാണോ? അല്ല. പിന്നെ തൽക്കാലം എന്നെ മറികടന്ന് നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. ഓ, സെക്യൂരിറ്റി ആയിരിക്കും അല്ലേ? അല്ല, സെൽഫ് പ്രൊട്ടക്ഷൻ. എന്തിനാ ഈ രാത്രി ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുന്നത്? എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? ഉണ്ട്. പറയാൻ വിരോധമുണ്ടോ? എന്റെ ക്ലാസ്മേറ്റ് ഡോക്ടർ പ്രകാശാണ് ബിന്ദുവിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇന്ന് അയാൾക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. അതിനെന്താ, ചേട്ടനോട് പറഞ്ഞു ഡേ ഡ്യൂട്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ പോരെ? സോഫി, ഞാൻ ആരെയും വഞ്ചിക്കാനല്ല ഇവിടെ വന്നത്. എന്നെ വിശ്വസിക്കൂ. ഇന്ന് രാത്രി അവൾക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എനിക്ക് ലോകത്ത് അവളില്ലാതെ വേറെ ആരുമില്ല. ആരും. ബിന്ദുവിന് എങ്ങനെയാണ് ഈ അസുഖം വന്നത്? വിവാഹം കഴിഞ്ഞിരുന്നോ? വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞിന്റെ അമ്മയുമായി. ആരാണ് ബിന്ദുവിനെ വിവാഹം കഴിച്ചത്? ഡോക്ടർ ജോയ്, എന്റെ ഒരു കൂട്ടുകാരൻ. അന്നോട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജോയി അവളെ വിവാഹം കഴിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ അവളോട് ചോദിച്ചപ്പോ അവൾ ഗർഭിണിയാണെന്നറിഞ്ഞ ദിവസമായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. കൺഗ്രാജുലേഷൻ തളിയാ, തന്തയാമ്പുവാണ്. ചെലവ് ചെയ്യണം. ഏറ്റു, ഞാൻ പുറപ്പെടുന്നു. ജസ്റ്റ് 5 minutes. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. ഗർഭിണിയായ എന്റെ പെങ്ങൾ, നിശബ്ദമായ എന്റെ വീട്. അവൾ പ്രസവിക്കുന്നതുവരെ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ നിറ കണ്ണുകളുമായി ഞാൻ കാത്തിരുന്നു, രാത്രിയും പകലും. അവസാനം അവൾ പ്രസവിച്ചു. പൂനിലാവിന് വെല്ലുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ. പിന്നീട് അങ്ങോട്ടുള്ള യാത്ര ഞാനും എന്റെ പൊന്നുപെങ്ങളും അവളുടെ കുഞ്ഞും ഒരു സ്വർഗലോകം തന്നെ പണിതു. എന്റെ കൺമുന്നിൽ വെച്ച് ആ കുഞ്ഞിനെ ഓർക്കാൻ കഴിയുന്നില്ല. ഞാനിതെങ്ങനെ മറക്കും സോഫി? എന്റെ കയ്യിൽ സംഭവിച്ച ആ കൈപ്പഴ എന്റെ പെങ്ങളെ മാനസിക രോഗിയാക്കി. ജീവിതത്തിൽ എന്തെങ്കിലും എന്റെ പെങ്ങൾ എന്നെ വീണ്ടും ചേട്ട എന്ന് വിളിക്കുന്ന ആ മുഹൂർത്തത്തിന് വേണ്ടിയാണ്
ഞാൻ ജീവിച്ചിരിക്കുന്നു. പോയിട്ട് വരൂ. താങ്ക് യു വെരി മച്ച്. എന്തിനാ കരയുന്നേ? എന്തു പറ്റി? കരയണ്ട കേട്ടോ. എന്റെ കുഞ്ഞിനെ കണ്ടോ? നല്ല കുഞ്ഞായിരുന്നു. ചത്തുപോയി. വിഷമിക്കാതിരിക്കും. ഒട്ടും താമസിക്കാതെ തങ്ങളുടെ സഹോദരിക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടും. എനിക്ക് നല്ല ഉറപ്പാണ്. അത് കാണാൻ ഞാനുണ്ടാകില്ല പ്രകാശ്. എനിക്ക് ഒരുറപ്പ് മാത്രം തന്നാൽ മതി. ജീവിതത്തിൽ എന്തെങ്കിലും അവൾ വീണ്ടും പഴയ ബന്ധുവായി തിരിച്ചു വന്നാൽ അവളുടെ ചേട്ടൻ അവളെ കാണാൻ ഇവിടെ വരാറുണ്ടായിരുന്നു എന്ന് പറയണം. ഒരു നേഴ്സിന്റെ ജോലിയെങ്കിലും ഇവിടെ കൊടുത്ത് അവൾക്ക് സംരക്ഷണം നൽകണം. എന്താണ് റോയ് കൊച്ചുകുട്ടികളെ പോലെ? കമോൺ. റോയ്, നീ ഉദ്ദേശിക്കുന്ന പോലെ അത്ര നല്ലവനല്ല. തിളച്ചു മറിയുന്ന ഒരു അഗ്നിപർവ്വതം നെഞ്ചിൽ ഒതുക്കിയാണ് അവൻ നടക്കുന്നത്. അത് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കും. അതിൽ നീയോ ഞാനോ അവനൊരു പ്രശ്നമായിരിക്കില്ല. വളരെ വേഗത്തിൽ നിന്നെ അവൻ വീഴ്ത്തിക്കളയും. ബി കെയർഫുൾ.
ആ